A very warm welcome to all the dear doctors out there listening to this class. My name is Dr. Gautam Manoj. അപ്പോൾ നമ്മൾ ഇന്നലെ കേരള PSC എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് സർജറി ടോപ്പിക്കിൽ നിന്നും ട്രോമ ആൻഡ് ട്രയാജിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നു. നമ്മൾ ഇന്നലെ എത്തി നിന്നിരുന്നത് പ്രൈമറി സർവേ സെക്കൻഡറി സർവേ ഡിഫറൻസിൻ്റെ ആ ഭാഗം വരെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. ട്രോമ മാനേജ്മെന്റ്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതെല്ലാം എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ ആദ്യമായി ED അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അതായത് സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി അനുസരിച്ച് ആ പേഷ്യന്റിനെ എങ്ങനെ പല ടാഗുകൾ കൊടുത്ത് ക്ലാസിഫൈ ചെയ്യാമെന്നും ആ പേഷ്യന്റിന് പിന്നെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാമെന്നും ഉള്ളതായിരുന്നു ഇന്നലത്തെ ഡിസ്കഷൻ. ഇന്ന് നമ്മൾ പ്രോപ്പർ ട്രോമ മാനേജ്മെന്റിലേക്കാണ് കടക്കുന്നത്. ട്രോമ മാനേജ്മെന്റിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് വൈസ് മാനേജ്മെന്റ് ആണ് ഇതിനുള്ളത്. അത് ഓരോ സ്റ്റെപ്പുകൾ, അതായത് കറക്റ്റ് പ്രോപ്പർ സ്റ്റെപ്പ് വൈസ് ആണ് ഇതിന്റെ മാനേജ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം ഒരു ട്രോമ പേഷ്യന്റിനെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ ട്രോമ പേഷ്യന്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് ട്രോമ നടന്നത് റോട്ടറി ആക്ഷൻ നടന്ന സ്ഥലം തൊട്ടുള്ള മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓൾവേസ് ചെക്ക് സീൻ സേഫ്റ്റി. ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രോമ നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓൾവേസ് ചെക്ക് സീൻ സേഫ്റ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമുകൾക്ക് കേരള PSCയെക്കാളും കൂടുതൽ നീറ്റ് PG പോലത്തെ എക്സാമുകൾക്ക് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത് യു ആർ ദ ഫസ്റ്റ് അറ്റൻഡന്റ് അല്ലെ യു ആർ ദ ഫസ്റ്റ് ഡോക്ടർ ടു അറ്റൻഡ് ടു എ സൈറ്റ് ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. What is the first step while attending to a patient or a victim of a road traffic accident എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ സ്റ്റെപ്പ് വൈസ് ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ഓപ്ഷൻ ചെക്ക് സീൻ സേഫ്റ്റി എന്നുള്ളതാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിലെ ഓരോ സ്റ്റെപ്പുകളും ഓരോ വേർഡുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് സീൻ സേഫ്റ്റി. സെക്കൻഡ് സ്റ്റെപ്പ് പേഷ്യന്റ് റെസ്പോൺസീവ് ആണോ അല്ലയോ എന്ന് നോക്കുക. അതായത് ആ പേഷ്യന്റിനെ നമ്മൾ ട്രൈ ടു വേക്ക് ഹിം അപ്പ്. അതായത് പേഷ്യന്റിനെ നമ്മൾ ചെസ്റ്റിൽ ഇങ്ങനെ തൊട്ട് വേക്കപ്പ് ചെയ്യാൻ നോക്കുക. കോൾ ദ പേഷ്യന്റ് ഔട്ട് ബൈ ഹിസ് നെയിം. പേഷ്യന്റിന്റെ പേരും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ പേര് വിളിച്ച് ഉണർത്താൻ നോക്കുക. പേഷ്യന്റ് റെസ്പോൺസീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ പറ്റും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൾ ഫോർ ഹെൽപ്പ്. കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സെറ്റപ്പിനേക്കാളും കൂടുതൽ ഈ വിദേശ കൺട്രികൾ, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. SOS ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഈ 911 പോലത്തെ ആപ്ലിക്കേഷൻസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് കോൾ ചെയ്യാം. നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇത് കൂടുതലും ആംബുലൻസ് കോൾ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. സോ തേർഡ് സ്റ്റെപ്പ് ഇസ് കോൾ ഫോർ ഹെൽപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോക്ക് ടു ദ പേഷ്യന്റ്. ഈ ടോക്ക് ടു ദ പേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പേഷ്യന്റ് റെസ്പോൺസീവ് ആണോ അല്ലയോ എന്ന് നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ റെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യന്റ് അടുത്ത് മാത്രമേ നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആസ്ക് ദ പേഷ്യന്റ് ടോക്ക്. ഇങ്ങോട്ട് നമ്മൾ ആസ്ക് ഹിം ടു ടോക്ക് സംതിങ്. എവിടെയാണെന്ന് അറിയാമോ, ഇപ്പൊ എന്താ പറ്റിയെന്ന് അറിയാമോ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കുക. ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എയർവേ ക്ലിയർ ആണോ അല്ലയോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് നമുക്ക് ഫോണൈസ്റ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ടോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എയർവേ ഓപ്പൺ ആയിരിക്കണം. മനസ്സിലായി? നമ്മുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യണം, എയർ അതിലേക്ക് കൂടെ പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എയർവേ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫോണൈറ്റ് ചെയ്യാൻ അഥവാ ടോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് ഇഫ് ഹി ഈസ് ഏബിൾ ടു ടോക്ക്, ഇറ്റ് മീൻസ് ദാറ്റ് ഹിസ് എയർവേ ഇസ് നോട്ട് കോംപ്രമൈസ്ഡ്. ഹിസ് എയർവേ പേറ്റന്റ് ആണ്, എയർവേക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പ്രൈമറി സർവേയിലെ 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ABCDE ആണ്. A എന്ന് പറയുന്നത് എയർവേ അസസ്മെന്റ്, B എന്ന് പറയുന്നത് ബ്രീത്തിങ്, C എന്ന് പറയുന്നത് സർക്കുലേഷൻ, D എന്ന് പറയുന്നത് ഡിസബിലിറ്റി അസസ്മെന്റ്, E എന്ന് പറയുന്നത് എക്സ്പോഷർ പ്രിവെൻഷൻ. അത് നമുക്ക് ഹൈപ്പോതെർമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോഷർ കൺട്രോൾ. ഓക്കെ, അപ്പം A എന്ന് പറയുന്നത് ഓക്കെ ആണോ അല്ലയോ നോക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ടോക്ക് ടു ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇഫ് ദ പേഷ്യന്റ് ടോക്സ് ദെൻ എയർവേ ഇസ് ഓക്കെ. A എന്ന് പറയുന്നത് ടിക്കാണ്, ഓക്കെ ആണ്. ഇപ്പൊ A ഓക്കെ ആണെങ്കിൽ നമുക്ക് B യിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഇഫ് ദ പേഷ്യന്റ് ഇസ് ഏബിൾ ടു ടോക്ക്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബാക്കി രണ്ട് സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്ന്, ഓക്സിജൻ മാസ്ക് പ്രൊവൈഡ് ചെയ്യുക. 2, ഫിലഡൽഫിയ കോളർ ഇടുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ടോക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എയർവേ പേറ്റന്റ് ആണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ.
പേഷ്യന്റിന് ചിലപ്പോൾ ഈ റോഡ് ട്രാഫിക് ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് റിബ് ഫ്രാക്ചർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന് അല്ലാതെ തന്നെ ഒരുപാട് കുറച്ച് ബ്ലഡ് പോയിട്ട് പേഷ്യന്റ് ഡിസി ആയിരിക്കാം. അപ്പൊ പേഷ്യന്റിന്റെ റെസ്പിറേറ്ററി എഫേർട്ട്, അതായത് പേഷ്യന്റിന്റെ ബ്രീത്തിങ് എഫേർട്സ് വളരെ പുവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു അഡ്ജങ്ക്ട് എന്നുള്ള രീതിയിൽ, അതായത് ഒരു സഹായം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആണ്, ഇഫ് ദ പേഷ്യന്റ് ഇസ് ഏബിൾ ടു ടോക്ക്, ദെൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഓക്സിജൻ മാസ്ക്. ഓക്സിജൻ മാസ്ക് കൊടുക്കുക. അതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് സാധനമാണ് ഫിലഡൽഫിയ കോളർ അഥവാ സെർവൈക്കൽ സ്പൈൻ കോളർ, സെർവൈക്കൽ വെർട്ടിബ്രൽ സി കോളർ എന്നൊക്കെ നമ്മൾ പറയും. ഫിലഡൽഫിയ കോളർ, ഫിലഡൽഫിയ കോളറിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത്, ഈ സാധനം. ഫിലഡൽഫിയ കോളർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന പേഷ്യന്റ്, ആ പേഷ്യന്റിന് എന്തൊക്കെ രീതിയിലുള്ള ഇഞ്ചുറി ആണ് ഉള്ളതെന്ന് ഒരിക്കലും അറ്റ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. നമുക്ക് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന്, പ്രോപ്പർ ഫിസിക്കൽ എക്സാമിനേഷന്, ഹോസ്പിറ്റൽ സെറ്റപ്പിലുള്ള ജനറൽ എക്സാമിനേഷൻസ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പേഷ്യന്റിന് ഏതൊക്കെ തരത്തിലുള്ള ഇഞ്ചുറി ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ഫൈനൽ ഡയഗ്നോസിൽ എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ നമുക്ക് എടുത്തു പിടിച്ച് നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ്, വയലന്റ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ പേഷ്യന്റ് സെർവൈക്കൽ റീജിയനിൽ ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ, ഇഫ് ഇൻ കേസ് ഈവൻ എയർവേ ഓക്കെ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ പോലും, ഇൻ കേസ് നമ്മുടെ അദ്ദേഹത്തിന്റെ സെർവൈക്കൽ വെർട്ടിബ്രയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള വെർട്ടിബ്രേസിലോ എന്നിട്ട് ചെറിയ രീതിയിലുള്ള ഫ്രാക്ചർ ഉണ്ടായാൽ പോലും നമ്മൾ വയലന്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് സെർവൈക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പൈൻ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലീജിയ, പാരാപ്ലീജിയ ഉണ്ടാക്കാം, ക്വാഡ്രിപ്ലീജിയ ഉണ്ടാക്കാം, നംനെസ് ഉണ്ടാക്കാം, പേഷ്യന്റിന് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാക്കാം, വിച്ച് കാൺ ബി ക്യൂർഡ് ഓവർ ടൈം. അപ്പം നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് എ പേഷ്യന്റ് ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് അഥവാ ട്രോമ. അപ്പം ഇഫ് ദ പേഷ്യന്റ് ഇസ് ഏബിൾ ടു ബ്രീത്ത്, വി ഗേവ് ഹിം ഓക്സിജൻ മാസ്ക് ആൻഡ് ദെൻ വി ഓൾസോ ഗേവ് ഹിം ഫിലഡൽഫിയ കോളർ. നെക്സ്റ്റ് വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഡീൽ ചെയ്തത് ഇഫ് ദ പേഷ്യന്റ് ഇസ് ഏബിൾ ടു ടോക്ക്, പേഷ്യന്റ് എയർവേ പേറ്റന്റ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഇച്ചിരി കൂടെ സിമ്പിൾ ആയിരുന്നു. ഇനിയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇഫ് ദ പേഷ്യന്റ് ഇസ് നോട്ട് ഏബിൾ ടു ടോക്ക്, അതായത് പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് എങ്ങനെ അപ്പം അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. പേഷ്യന്റ് ആദ്യം നമ്മൾ പേഷ്യന്റിനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. നമുക്ക് മനസ്സിലായി ദ പേഷ്യന്റ് ഇസ് നോട്ട് ഏബിൾ ടു ടോക്ക്. Then we observe the patient. നമ്മൾ അസസ് ചെയ്യും പേഷ്യന്റെ കണ്ടീഷൻ. We observe whether the patient is using accessory muscles of respiration. Accessory muscles of respiration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ്, നമ്മുടെ ഡയാഫ്രം, ഇതെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ റെസ്പിറേറ്ററി എഫേർട്ട്, നമ്മൾ സാധാരണ ഒരു നോർമൽ മനുഷ്യൻ ഇൻസ്പയറും എക്സ്പയറും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്ന മസിലുകളാണ്. ദീസ് ആർ ആക്സസറി മസിൽസ്. മെയിൻ മസിൽസ് അല്ല ഇത് റെസ്പിറേഷൻ്റെ. നമ്മൾ ആക്സസറി മസിൽസ് ആണ് ഇന്റർകോസ്റ്റല്, നമ്മുടെ ഡയഫ്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സസറി മസിൽസ് ആണ്, നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മസിലുകളല്ല. അപ്പം ഇഫ് ദ പേഷ്യന്റ് ഇസ് ഹാവിങ് റെസ്പിറേറ്ററി ഒരു ഡിഫിക്കൽറ്റി ആണ്, ഹൈ എഫേർട്ട് ഇട്ടാണ് പേഷ്യന്റ് ഇൻസ്പയർ എക്സ്പയർ ചെയ്യുന്നത്, പേഷ്യന്റ് സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്ട്രെസ്. മനസ്സിലായി? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എൻ ഒബ്സ്ട്രക്ഷൻ. അതായത് ഇഫ് ദ പേഷ്യന്റ് ഇസ് യൂസിങ് ഹിസ് ആക്സസറി മസിൽസ് ഓഫ് റെസ്പിറേഷൻ, അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റെസ്പിറേഷൻ പോസിബിൾ അല്ല. നോർമൽ ഹ്യൂമൻ ബീങ്സ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒന്നും എല്ലാം നമ്മൾ യൂഷ്വലി കാണുന്ന ആളുകൾ, നമ്മൾ സംസാരിക്കുന്ന ആളുകളൊന്നും ഇങ്ങനല്ല ഇൻസ്പയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലെ നമ്മുടെ സാധാരണ മസിൽസ് ഓഫ് റെസ്പിറേഷൻ, മെയിൻ മസിൽസ് ഓഫ് റെസ്പിറേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഇൻസ്പയറും എക്സ്പയറും ചെയ്യുന്നത്. ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് പറ്റിയ പേഷ്യന്റ് നമ്മൾ ചെസ്റ്റ് ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇഫ് ദ പേഷ്യന്റ് ഇസ് നോട്ട് ടോക്കിംഗ്, നമ്മൾ പേഷ്യന്റിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു സീ ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻ. അത് ക്ലാസിക്കൽ സൈൻ ആണ് ദ പേഷ്യന്റ് ഇസ് ഹാവിങ് എ ട്രൂ എയർവേ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രൈമറി സർവേയിലെ ABCDEയിലെ എ തൊട്ടേ പ്രശ്നം വന്നു, നമ്മൾ എ തൊട്ടേ ഡീൽ ചെയ്യണം. വേറെ ബാക്കിയുള്ള സയൻസുകൾ എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ വിസിബിളി കാണാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ ഇത്. നമുക്ക് ഇന്റർകോസ്റ്റൽ റിട്രാക്ഷനോ അല്ലെങ്കിൽ സിഫോയിഡ് റിട്രാക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻ സാധനം. ഇതുണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദ പേഷ്യന്റ് ഇസ് നോട്ട് ടോക്കിംഗ്, then we can almost be certain that the patient is having a true airway obstruction. ബാക്കി എന്ന് പറയുന്നത് സൗണ്ട്സ് ആണ്. അതായത് ഒരു എയർവേ ഒബ്സ്ട്രക്ഷൻ ഉള്ള ആൾക്ക് ഉണ്ടാവാവുന്ന സൗണ്ടുകളാണ് സ്നോറിങ്, ഗർഗ്ലിംഗ്, ഹോഴ്സ്നെസ്, സ്ട്രൈഡർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർവേ ഒബ്സ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് എയർവേ ഒബ്സ്ട്രക്ഷൻ വേണമെന്ന് പറയാൻ പറ്റൂല.
ബാക്കി സാധനങ്ങളും കൂടെ സപ്ലിമെന്റ് ഇത് ബാക്കി കാര്യങ്ങളുടെ കൂടെ സപ്ലിമെന്റഡ് ആകുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദ പേഷ്യൻ ഇസ് ഹാവിംഗ് എ ട്രൂ എയർവേ ഒബ്സ്ട്രക്ഷൻ. സയനോസിസ് എന്നൊക്കെ പറയുന്ന ഒരു ലേറ്റ് ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ ഓക്സിജൻ സാച്ചുറേഷൻ അതുപോലെ കുറഞ്ഞൊക്കെ വരുമ്പോൾ ഉണ്ടാവാവുന്ന ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആണ്. അതൊക്കെ ലേറ്റ് ഫീച്ചേഴ്സ്. അതൊന്നും നമുക്ക് അപ്പോഴേ ഒരു ആക്സിഡന്റ് സൈറ്റിൽ ഉടനെ ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഇഫ് ദ പേഷ്യന്റ് ഇസ് നോട്ട് ടോക്കിംഗ് then observe the patient. If the patient is using his accessory muscles of respiration, and along with it the patient may have snoring, gurgling, stridor, and hoarseness, then we can be certain that the patient is having a true airway obstruction. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രൂ എയർവേ ഒബ്സ്ട്രക്ഷന്റെ മാനേജ്മെന്റിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന സാധനത്തിനാണ്, എയർവേ. എയർവേ ഡീൽ ചെയ്യുന്നതിന് സ്റ്റെപ്പുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ എന്നോട് പറയാണ്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മാനേജ്മെന്റ് ഓഫ് എയർവേ. അപ്പം എയർവേ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ വി ഹാവ് ടു സെക്യൂർ ദ എയർവേ. സെക്യൂറിംഗ് ദ എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ എയർവേ സെക്യൂർ ചെയ്യാം. ഫസ്റ്റ്, ബേസിക് മാനുവേഴ്സ് ഉപയോഗിച്ചിട്ട് എയർവേ സെക്യൂർ ചെയ്യാൻ നോക്കാം. ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് അഡ്ജങ്ക്ട് എയർവേസ് ഉപയോഗിക്കാം. അതും ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് ഡെഫിനിറ്റീവ് എയർവേ ഉപയോഗിക്കാം. ഇത് 3 സെക്യൂറിംഗ് എയർവേയുടെ അണ്ടറിൽ വരുന്ന, സെക്യൂറിംഗ് എയർവേ എന്ന് പറയുന്ന ഒരു അംബ്രലയുടെ അണ്ടറിൽ വരുന്ന 3 സാധനങ്ങൾ ഇതാണ്. ഒന്ന് ബേസിക് മാനുവേഴ്സ്, 2 അഡ്ജങ്ക്ട് എയർവേ. അത് ബേസിക് മാനുവേഴ്സ് പോരാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ബേസിക് മാനുവേഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അഡ്ജങ്ക്ട് എയർവേ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ഒന്ന് ബേസിക് മാനുവേഴ്സ്, അഡ്ജങ്ക്ട് എയർവേ. ഇത് പോരാതെ വരുവാണെങ്കിൽ ഡെഫിനിറ്റീവ് എയർവേ. ഡെഫിനിറ്റീവ് എയർവേ എന്താണെന്നും നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ബേസിക് മാനുവേഴ്സിനെ പറ്റി ഇപ്പൊ പറയാം. ബേസിക് മാനുവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിൻ ലിഫ്റ്റ്, ജോ ത്രസ്റ്റ്. ജോ നമ്മളിങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ത്രസ്റ്റ് ചെയ്യുക, ചിൻ ഇങ്ങനെ അപ്വേർഡ് ആക്കാം. ഇത് രണ്ടും ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ബേസിക് സിമ്പിൾ മാനുവേഴ്സ് നമ്മുടെ എയർവേ കുറെയൊക്കെ ഫ്രീ ആക്കാൻ സാധിക്കും. മേജർ ഒബ്സ്ട്രക്ഷൻ അല്ല, ചെറിയ ഒബ്സ്ട്രക്ഷനുകളാണ്, കംപ്രഷൻ മൂലമൊക്കെയാണ് നമ്മുടെ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബേസിക് മാനുവേഴ്സ്, സിമ്പിൾ മാനുവേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ എയർവേ നമുക്ക് ഫ്രീ അപ്പ് ആക്കാൻ സാധിക്കാം. നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതാണ്, ഈ സിമ്പിൾ മാനുവേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ എയർവേ ഫ്രീ അപ്പ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെങ്കിൽ അഥവാ ഒരു ട്രോമ അണ്ടർഗോ ചെയ്തൊരു പേഷ്യന്റ്, നമുക്ക് അറിയത്തില്ല ഇഫ് ദാറ്റ് പേഷ്യന്റ് ഇസ് ഹാവിങ് സം മേജർ ഇഞ്ചുറി ടു ഈ സെർവൈക്കൽ വെർട്ടിബ്ര, അങ്ങനെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കത് പറയാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? അതിന് നമുക്ക് ഡെഫിനറ്റീവ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വി നീഡ് എക്സ്റേ, വി നീഡ് അതർ ഇൻവെസ്റ്റിഗേഷൻസ്. അതിനൊക്കെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് എയർവേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എയർവേ നമുക്ക് സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ബേസിക് മാനുവേഴ്സ് ചെയ്യണം. ഈ ബേസിക് മാനുവേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് എ സെർവൈക്കൽ വെർട്ടിബ്രൽ ഇഞ്ചുറി, ഈ മാനുവേഴ്സ് ചെയ്യുമ്പം വയലന്റ് മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സെർവൈക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദ പേഷ്യന്റ് മേ ഹാവ് ഇറിവേഴ്സിബിൾ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. ലൈഫ് ഉടനീളം കൊണ്ടു നടക്കാൻ പോകുന്ന ഡെഫിസിറ്റുകൾ ഉണ്ടാവാം ഇഫ് വി ആർ നോട്ട് കെയർഫുൾ ഇനഫ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ ഇനഫ്. വി മസ്റ്റ് നോട്ട് ഡു എനി ഹാം ടു ദ പേഷ്യന്റ്. അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മാനുവർ ആണ് MILS, മിൽസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ ഓഫ് നെക്ക്. ഒരു ഹെൽത്ത് വർക്കർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഈ ബേസിക് മാനുവേഴ്സ് പേഷ്യന്റിന്റെ മേളിൽ പെർഫോം തുടങ്ങുന്നതിന് മുന്നേ വേറൊരു ഡോക്ടറുടെ ഹെൽപ്പ് ചോദിച്ച് ആ ഡോക്ടർ he has to provide mills to the patient. അതായത് ജസ്റ്റ് സിമ്പിൾ ആണ്, സ്റ്റെബിലൈസ് ദ നെക്ക്. മാനുവൽ എന്ന് പറഞ്ഞാലും നമ്മൾ മാനുവലായിട്ട് മെഷീൻ അല്ല ചെയ്യുന്നത്, നമ്മളാണ് ചെയ്യുന്നത്. മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ, സ്ട്രെയിറ്റ് ആയിട്ട് നെക്ക് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുക. ആ നെക്കിൽ യാതൊരു വിധത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. മൂവ്മെന്റ് എപ്പോഴും ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കണം. ബേസിക് മാനുവേഴ്സിൽ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഈ നെക്ക് അധികം മൂവ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ഈ ബേസിക് മാനുവേഴ്സ് ചെയ്യണം, വേറൊരു ഡോക്ടർ അതിന് മുന്നേ മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ ഓഫ് നെക്ക് കൊടുക്കണം. അപ്പം ഫസ്റ്റ് സെക്യൂർ എയർവേ പറ്റിയാണ് സംസാരിക്കുന്നത്. ഫോർ സെക്യൂറിംഗ് എയർവേ വി ഹാവ് 3 ബേസിക് സ്റ്റെപ്സ്. വി ഹാവ് 3 മേജർ കമ്പോണൻസ് അണ്ടർ സെക്യൂറിംഗ് എയർവേ. വൺ ഇസ് ദ ബേസിക് മാനുവേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ദ ചിൻ ലിഫ്റ്റ് ആൻഡ് ജോ ത്രസ്റ്റ്. ചിൻ ലിഫ്റ്റ് ആൻഡ് ജോ ത്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ വേറൊരു ഡോക്ടർ വന്നിട്ട് മിൽസ് കൊടുക്കണം. മിൽസ് കൊടുത്തതിന് ശേഷം മാത്രമേ വേറൊരു ഡോക്ടർ ബേസിക് മാനുവേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ബേസിക് മാനുവേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കുക. നമുക്ക് പേഷ്യന്റ് ബെറ്റർ ആവുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പം നമുക്ക് വി ഹാവ് ടു പ്രൊവൈഡ് ദ പേഷ്യന്റ് ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഈ മിൽസ് വെച്ച് നമ്മൾ പറഞ്ഞു ഈ ബേസിക് മാനുവേഴ്സിന് മുന്നേ നമ്മൾ മിൽസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടറെ നമുക്ക് ഫ്രീ അപ്പ് ആക്കണം. ഫ്രീ അപ്പ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ സെർവൈക്കൽ
സെർവൈക്കൽ വെർട്ടിബ്ര ഫ്രാക്ചർ ഉണ്ടോ, സെർവൈക്കൽ വെർട്ടിബ്ര സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേംഡ് അല്ല. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫിലഡൽഫിയ കോളർ, ഈ കോളർ ഇട്ട് കൊടുക്കണം പേഷ്യന്റിന്. എന്നിട്ട് പേഷ്യന്റിനെ അസസ് ചെയ്യുക. ഇത്രയും ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ അസസ് ചെയ്യുക. ഓക്സിജൻ നമ്മൾ ബേസിക് മാനുവൽസ് ചെയ്തു, അതിന് മുമ്പ് മിൽസ് ചെയ്തു, ഓക്സിജൻ മാസ്ക് കൊടുത്തു, ഫിലഡൽഫിയ കോളർ ഇട്ടു, വി അസസ് ദ പേഷ്യന്റ്. ഓക്കെ. അപ്പം ഈ ഡിപ്പെൻഡിങ് ഓൺ ദ അസസ്മെന്റ് നമുക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തതിനു ശേഷം വി ഹാവ് ടു അസസ് ദ പേഷ്യന്റ്. അസസ് ചെയ്യുന്നതിന്റെ ബേസിസിൽ നമുക്ക് തീരുമാനിക്കാം വെദർ ദ പേഷ്യന്റ് വിൽ നീഡ് ഫർദർ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ ചെയ്യണോ. അതായത് ഇഫ് ദ പേഷ്യന്റ് നീഡ്സ് എ ഡെഫിനിറ്റീവ് എയർവേ, അല്ലെങ്കിൽ പേഷ്യന്റ് ഇത് മാത്രം മതിയോ, അല്ലെങ്കിൽ പേഷ്യന്റിന് ഒരു അഡ്ജങ്ക്ട് എയർവേയുടെ കൂടെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അസസ് ചെയ്യുക. അസസ് ചെയ്തതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം വെദർ ദ പേഷ്യന്റ് വിൽ നീഡ് ഡെഫിനിറ്റീവ് എയർവേ ഓർ ഇഫ് ദ പേഷ്യന്റ് വിൽ നീഡ് സം അഡ്ജങ്ക്ട് എയർവേ. എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? നമ്മൾ പഠിക്കും. ഗ്ലാസ്ഗോ കോമ സ്കെയിലിനാണ് GCSന്റെ ഫുൾ ഫോം. നമ്മൾ വി വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദിസ് മോഡ്യൂൾ ഇറ്റ്സെൽഫ്. GCS എന്ന് പറഞ്ഞാൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. നമ്മൾ പേഷ്യന്റിനെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അസസ് ചെയ്യും. അതായത് പേഷ്യന്റിനെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ മെൻഷൻ ചെയ്യും, നമ്മൾ പിന്നീട് അതിനെപ്പറ്റി പഠിക്കും. അപ്പം അതിന് സ്കോർ എന്ന് പറയുന്നത് മാക്സിമം 15 ആണ്, മിനിമം 3 ആണ്. ഏറ്റവും മിനിമം സ്കോർ, അതായത് ഒരു മനുഷ്യനുണ്ടാവാവുന്ന ഏറ്റവും മിനിമം സ്കോർ, അതായത് ഒരു ഇഫ് ദ പേഷ്യന്റ് ഇസ് അലൈവ്, ഉണ്ടാവാവുന്ന മിനിമം സ്കോർ എന്ന് പറയുന്നത് 3 ആണ്, മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പം ആ മനുഷ്യന്റെ, അതായത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും, ഇത്രയൊക്കെ ബേസിക് മാനുവേഴ്സ് മിൽസ് പ്രൊവൈഡ് ചെയ്തു, ഓക്സിജൻ മാസ്ക് ഇട്ടു, ഫിലഡൽഫിയ കോളർ ഇട്ടു, ഇതെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ GCS എന്ന് പറയുന്നത് 8ന് താഴെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ പ്രോബ് വെച്ച് നോക്കില്ലേ, പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുന്ന SpO2 കൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 85% ആണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. വെൻ ദ പേഷ്യന്റ് ഇസ് ഓൺ ഓക്സിജൻ, അതായത് നമ്മൾ ഓക്സിജൻ മാസ്ക് വെക്കുന്നതിനെ പറ്റി നമ്മളിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടും പേഷ്യന്റിന്റെ SpO2 ലെസ് ദാൻ 85% ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ലെസ് ദാൻ 8 ആണെങ്കിൽ ദാറ്റ് ഇസ് എ ഡെഫിനിറ്റീവ് ഇൻഡിക്കേഷൻ ഫോർ എ ഡെഫിനിറ്റ് എയർവേ. ഡെഫിനിറ്റ് എയർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എന്താ പറയുക, ഇൻറ്റുബേഷൻ, നമ്മുടെ സർജിക്കൽ ക്രിക്കോതൈറോയിഡോട്ടമി, ട്രക്കിയോസ്റ്റമി, ഇതെല്ലാം ഡെഫിനിറ്റീവ് എയർവേന്റെ ഭാഗമായിട്ട് വരുന്ന. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ പേഷ്യന്റിന് സ്വയം റെസ്പിറേറ്ററി എഫേർട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വി ക്യാൻ പ്രൊവൈഡ് വെന്റിലേറ്റർ സപ്പോർട്ട്. വെന്റിലേറ്റർ സപ്പോർട്ട് വഴി പേഷ്യന്റിന്റെ ഫുൾ റെസ്പിറേറ്ററി മെക്കാനിസം നമുക്ക് നമ്മുടെ കൺട്രോളിലാക്കാം. അതാണ് ഡെഫിനിറ്റീവ് എയർവേ. അതിന് മേളിൽ നമുക്കൊന്നും ചെയ്യാനില്ല എയർവേയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ. അതാണ് ഡെഫിനിറ്റീവ് എയർവേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡെഫിനിറ്റീവ് എയർവേ നമുക്ക് എല്ലാ പേഷ്യന്റിനും കൊടുക്കണ്ട, നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷനുകൾ മാത്രമാണ് ഈ പറഞ്ഞത്. ഇഫ് ദ പേഷ്യൻസ് GCS ആഫ്റ്റർ ദ ഇനിഷ്യൽ ഈ പ്രൊസീജിയർ, ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷവും പേഷ്യന്റ് GCS ലെസ് ദാൻ 8 ആൻഡ് SpO2 ലെസ് ദാൻ 85%, ഈവൻ വെൻ ദ പേഷ്യന്റ് ഇസ് ഓൺ ഓക്സിജൻ, ദെൻ വി പ്രൊവൈഡ് ദ പേഷ്യന്റ് വിത്ത് ഡെഫിനിറ്റീവ് എയർവേ. ഇങ്ങനെയൊന്നും പ്രശ്നമില്ല, എന്നാലും പേഷ്യന്റിന് ഒരു മൊത്തത്തിലൊരു ഡിസ്കംഫർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പേഷ്യന്റ് ബെറ്റർ ആവുന്നില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ വി ക്യാൻ യൂസ് അഡ്ജങ്ക്ട് എയർവേ. അഡ്ജങ്ക്ട് എയർവേ എന്ന് പറഞ്ഞാൽ ഗിഡൽസ് എയർവേ ആണ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡെഫിനിറ്റീവ് എയർവേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഒരു പേഷ്യന്റ്, ട്രോമ പേഷ്യന്റ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, വി ഡോണ്ട് നോ ഇഫ് ദ പേഷ്യന്റ് ഹാസ് സം സിവിയർ ഇഞ്ചുറി, സർവൈക്കൽ വെർട്ടിബ്രൽ ഫ്രാക്ചർ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് എപ്പോഴും നമ്മൾ ഈ ഓറോഫേഷ്യൽ ഏരിയയിൽ എന്ത് ചെയ്താലും വി ഹാവ് ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു ദ നെക്ക് റീജിയൻ. അതാണ് അങ്ങനെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻറ്റുബേഷൻ ടെക്നിക്കിന് പറയുന്ന പേരാണ് ഇൻലൈൻ ഓറോട്രെക്കിയൽ ഇൻറ്റുബേഷൻ. ഇൻലൈൻ ഓറോട്രെക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടെക്നിക്കാണ്. നമ്മൾ സാധാരണ ഒരു ചുമ്മാ ട്രോമയൊന്നും ഇല്ലാത്ത, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒന്നും അല്ലാത്ത സാധാരണ ഒരു പേഷ്യന്റ് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അല്ല റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് ഇൻലൈൻ ഓറോട്രെക്കിയൽ ഇൻറ്റുബേഷൻ. ഇതിന് 3 ഡോക്ടർമാർ വേണം, 3 അസിസ്റ്റൻസ് വേണം, 3 ഡോക്ടർമാർ വേണം. ഓക്കെ, അതിൽ ഒരാള് നമ്മൾ നേരത്തെ പറഞ്ഞ മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ ഓഫ് നെക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ ഫിഗറിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ 2 കൈ വെച്ച് നെക്കിന്റെ ബാക്കിൽ ഒരാൾ പിടിക്കുന്നത്, ഈ നെക്കിന്റെ ബാക്കിൽ പിടിക്കുന്ന അദ്ദേഹം ചെയ്യുന്ന മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ ഓഫ് നെക്കാണ്. അത് ഒരാൾ മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ ഓഫ് നെക്ക് ചെയ്യണം. രണ്ടാമത്തെ വ്യക്തി BURP എന്ന് പറയുന്ന ഒരു മാനുവർ ചെയ്യണം. BURP എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്, അപ്വേർഡ് ആൻഡ് റൈറ്റ്വേർഡ് പ്രഷർ ഓവർ ദ ട്രിക്കിയ. അതായത് ബാക്ക്വേർഡ്, അപ്വേർഡ് ആൻഡ് റൈറ്റ്വേർഡ് പ്രഷർ. അങ്ങനെ ഒരു സ്പെഷ്യൽ മാനുവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എയർവേ ഫ്രീ അപ്പ് ആവും, ലാരിങ്സ് ഇച്ചിലൂടെ വിസിബിൾ ആവും. നമുക്ക് ഈ
ഇൻറ്റുബേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഇച്ചിരൂടെ വിസിബിലിറ്റി കിട്ടും. അതാണ് ഈ BURV പ്രൊസീജിയറിന്റെ ഒരു പ്രത്യേകത. ഇത് നീറ്റ് PG എക്സാമിന്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റൻ ആണ്. PSC എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല, എന്നാൽ പോലും ഇറ്റ് സീംസ് ഇമ്പോർട്ടൻറ്റ്. അത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. വൺ ഡോക്ടർ പ്രൊവൈഡ് മിൽസ്, സെക്കൻഡ് ഡോക്ടർ പ്രൊവൈഡ്സ് ബർപ്പ്. ബർപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്, അപ്വേർഡ് ആൻഡ് റൈറ്റ്വേർഡ് പ്രഷർ. ആൻഡ് ദ തേർഡ് ഡോക്ടർ വിൽ പുട്ട് ദ ട്യൂബ്. മൂന്നാമത്തെ ഡോക്ടറാണ് ഇൻറ്റുബേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് ഡോക്ടർമാരുടെ കൈകൾ കാണാം. ഈ നെക്കിന്റെ ബാക്കിൽ പിടിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ, ഈ നെക്കിന്റെ ഫ്രണ്ടിൽ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന അദ്ദേഹമാണ് ബർപ്പ് കൊടുക്കുന്നത്, അത് വേറെ ഡോക്ടർ. പിന്നെ മറ്റൊരു ഡോക്ടർ ലാരിഞ്ചോസ്കോപ്പ് ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 3 ഡോക്ടർമാർ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യാൻ നോക്കി. മേ ബി നമുക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നമുക്ക് അടുത്ത B എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകാം, ബ്രീത്തിങ്ങിലേക്ക് പോകാം. ഇഫ് ഈ ഇൻലൈൻ ഓറോട്രക്കൽ ഇൻറ്റുബേഷൻ ഫെയിൽ ആയി പോയെന്ന് വിചാരിക്കാം, വി ക്യാൻ ഹാവ് വൺ മോർ അറ്റംപ്റ്റ് അറ്റ് ദിസ് ഇൻലൈൻ ഓറോട്രക്കൽ ഇൻറ്റുബേഷൻ. ഇൻലൈൻ ഓറോട്രക്കൽ ഇൻറ്റുബേഷൻ നമുക്ക് ഒരു അറ്റംപ്റ്റ് കൂടെ കൊടുക്കാം. ആദ്യത്തെ തവണ ഫെയിൽ ആയെന്ന് വിചാരിക്കുക, വി ക്യാൻ ട്രൈ വൺ മോർ ടൈം. ഇഫ് ഇറ്റ് ഫെയിൽസ് അഗൈൻ, ഒന്നുകൂടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈ റിസ്ക്. അതായത് ഒന്നുകൂടെ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പേഷ്യന്റിന് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം എത്രയൊക്കെ നമ്മൾ നെക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കിയാലും നമ്മൾ റിപ്പീറ്റഡ്ലി അവിടെ നമ്മളൊരു ഫോഴ്സ്, ഒരു പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ഇഞ്ചുറി. സോ ബെറ്റർ അവോയ്ഡ് ഇറ്റ് after if we fail even after 2 attempts at manual, even if we fail after 2 attempts at inline orotracheal intubation. 2 തവണ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് സർജിക്കൽ ക്രിക്കോതൈറോയിഡക്ടമിയാണ്. അതായത് ക്രൈക്കോതൈറോയിഡ് മെംബ്രെയിൻ. ഇവിടെ നമുക്ക് ഈ ക്രിക്കൗട്ട് കാർട്ടിലേജും തൈറോയ്ഡ് കാർട്ടിലേജിനും ഇടയ്ക്ക് ഒരു ചെറിയ മെംബ്രെയിൻ ഉണ്ട്, ക്രൈക്കോതൈറോയിഡ് മെംബ്രെയിൻ. അത് നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇൻസൈസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടെമ്പററി എയർവേ, അതായത് ഒരു സ്ട്രോ, ഈവൻ നമുക്കിപ്പം നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഈ ഇങ്ങനെ പേഷ്യന്റ് ചോക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പേഷ്യന്റ് ചോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ആ പേഷ്യന്റ് എമർജൻസി ആയിട്ട് നമുക്ക് ഒരു എയർവേ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ട്രോ ഇട്ടാൽ മതി. അതേ സാധനം തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ടെമ്പററി എയർവേ ഇടും. അതാണ് സർജിക്കൽ ക്രിക്കോതൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ. ദിസ് ഇസ് ഡൺ ഓൺലി ഇഫ് വി ഫെയിൽ അറ്റ് 2 attempts ഓഫ് ഇൻലൈൻ ഓറോട്രക്കൽ ഇൻറ്റുബേഷൻ. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം അവസാനം വി പ്രൊവൈഡഡ് എയർവേ, നമ്മളൊരു എയർവേ പ്രൊവൈഡ് ചെയ്തു. സോ ദ പ്രോബ്ലം ഓഫ് A ഇസ് ഓവർ. അപ്പൊ ABCDEയിലെ A എന്ന് പറയുന്ന പ്രോബ്ലം നമ്മൾ റെക്ടിഫൈ ചെയ്തു, അത് ടിക്ക് ഇട്ടു. അടുത്ത നമ്മൾ A റെക്ടിഫൈന് ശേഷം നമ്മൾ Bയിലേക്ക് പോകുന്നു. B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്. അപ്പൊ നമ്മൾ ബ്രീത്തിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പ്രൈമറി സർവേ പറ്റി പറഞ്ഞപ്പോഴും നമ്മൾ ട്രയാജിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്, എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് ഒരു ന്യൂമോതൊറാക്സ് പേഷ്യന്റിനെ പറ്റിയായിരുന്നു അല്ലെ. ന്യൂമോതൊറാക്സ് കണ്ടീഷനെ പറ്റിയായിരുന്നു നമ്മൾ കൂടുതൽ എക്സാമ്പിൾ ഇട്ട് പറഞ്ഞത്. ഈ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ യൂഷ്വലി ഒരു ട്രോമ സെറ്റപ്പിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളൊരു കാര്യം. കാരണം മിക്കപ്പോഴും പേഷ്യന്റ് ബ്ലണ്ട് ഫോഴ്സ് ഇഞ്ചറിയോ അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് ഇഞ്ചറിയോ ഒക്കെ ആയിട്ട് മുതുകിടിച്ചോ ഫ്രണ്ട് ഇടിച്ചൊക്കെ ആയിരിക്കും വീഴുന്നത്. അപ്പം റിബ്സ് ഫ്രാക്ചർ ഉണ്ടാവും, ലങ്സ് പിയേഴ്സ് ആവും. ലങ്സ് പിയേഴ്സ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ന്യൂമോതൊറാക്സ് ഉണ്ടാവും. കാരണം എയർ എസ്കേപ്സ് ഔട്ട് ഫ്രം ദ ലങ്സിനകത്ത് ഇരിക്കേണ്ട എയർ പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് ന്യൂമോതൊറാക്സ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ന്യൂമോതൊറാക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇത് ലാസ്റ്റ് BSCക്കും ചോദിച്ചിട്ടുണ്ട്, ഈ വർഷത്തെ UPSC എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജങ്ക്ട് എയർവേയുടെ അത് ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഗുഡൽസ് എയർവേ. ഓക്കെ, ഇതാണ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിന്റെ ഒരു ടേബിളാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ടേബിളാണ്. ജസ്റ്റ് ഇത് ഏത് എക്സാമിന് പോകുന്നതിന് മുമ്പാണെങ്കിലും ഇത് ഭയങ്കര ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ടേബിളാണ്. എന്തായാലും റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് 4 കാര്യങ്ങളെ പറ്റിയാണ് മെയിനായിട്ട് ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് ടെൻഷൻ ന്യൂമോതൊറാക്സ്, മാസീവ് ഹീമോതൊറാക്സ്, സിമ്പിൾ ന്യൂമോതൊറാക്സ്, സിമ്പിൾ ഹീമോതൊറാക്സ്. ടെൻഷൻ ന്യൂമോതൊറാക്സും മാസീവ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് വളരെ എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഈ 2 കണ്ടീഷനിൽ ഏത് പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാലും നമ്മൾ റെഡ് ടാഗ് കൊടുത്ത് പേഷ്യന്റിന് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ടെൻഷൻ ന്യൂമോതൊറാക്സ്, മാസീവ് ഹീമോതൊറാക്സ്. പക്ഷേ സിമ്പിൾ ന്യൂമോതൊറാക്സ്, സിമ്പിൾ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് അത്ര എമർജൻസി കണ്ടീഷൻ ഒന്നും അല്ല. ഈ കമ്പയർഡ് ടു ടെൻഷൻ ന്യൂമോതൊറാക്സ് ആൻഡ് മാസീവ് ഹീമോതൊറാക്സ്, സിമ്പിൾ ന്യൂമോ ആൻഡ് ഹീമോ ആർ കമ്പാരിറ്റീവ്ലി ലെസ് എമർജന്റ്. അത്രേ ഉള്ളൂ. അതും ഫേറ്റൽ കണ്ടീഷൻസ് തന്നെയാണ്. വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. കമ്പയർ ടു ടെൻഷൻ ന്യൂമോതൊറാക്സ് ആൻഡ് മാസീവ് ഹീമോതൊറാക്സ്, സിമ്പിൾ ന്യൂമോയും സിമ്പിൾ ഹീമോയും ഇച്ചിലൂടെ ലെസ് എമർജൻസി കണ്ടീഷൻസ് ആണ്. ഇപ്പം നമ്മൾ 6 ഫീച്ചേഴ്സ് ആണ് ഈ 4 സാധനത്തിൻ്റെയും കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൾസ് റേറ്റ് എങ്ങനെയാണ് ഈ 4 സാധനത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന്.
നമുക്ക് ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഫിസിയോളജി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. നമ്മുടെ ബോഡിയിൽ ഒരു സർക്കുലേറ്ററി ഡെഫിസിറ്റ് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും കോംപ്രമൈസ് ആവുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ടാക്കിക്കാർഡിയ അഥവാ ഇൻക്രീസ്ഡ് പൾസ് റേറ്റ് ആണ്. പൾസ് റേറ്റ് അഥവാ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് പൾസ് റേറ്റ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ നമ്മുടെ സർക്കുലേഷൻ ഏതെങ്കിലും വിധത്തിൽ കോംപ്രമൈസ് ആവുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് പൾസ് റേറ്റ് കൂടുക എന്നുള്ളത്. ഞാൻ എന്തിനാണ് ഇപ്പോൾ സർക്കുലേഷനെ പറ്റി പറയുന്നതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാലും മാസീവ് ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാലും പ്രൈമറിലി നമ്മുടെ ബ്രീത്തിങ് ആണ് അഫക്റ്റഡ് ആവുന്നതെങ്കിലും നമ്മുടെ സർക്കുലേറ്ററി കോംപ്രമൈസ് ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കൂടുതലാണെന്നല്ല, ഒരു certain amount of circulatory compensation, ഒരു സർക്കുലേറ്ററി കോംപ്രമൈസ് ടെൻഷൻ ന്യൂമോതൊറാക്സിലും മാസീവ് ഹീമോതൊറാക്സിലും ഉണ്ടാവും. സിമ്പിൾ ന്യൂമോയിലും സിമ്പിൾ ഹീമോയിലും ഉണ്ടാവും. പക്ഷേ ഇതിന്റെ അത്രയില്ല. ടെൻഷൻ ന്യൂമോതൊറാക്സിന്റെയും മാസീവ് ഹീമോതൊറാക്സിന്റെ അത്രയും സിമ്പിൾ ന്യൂമോ ആൻഡ് ഹീമോയിലും ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെൻഷൻ ന്യൂമോതൊറാക്സ് എടുക്കുക, നമ്മുടെ എയർ, അതായത് ലങ്സിനകത്ത് ഇരിക്കേണ്ട എയർ ലങ്സിന്റെ വെളിയിലേക്ക് വന്നു. ചെസ്റ്റ് ക്യാവിറ്റി, അതായത് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ഓപ്പൺ അല്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ക്യാവിറ്റി ഇൻടാക്ട് ആണ്. നമ്മുടെ സ്കിൻ ഓവർ ദ ചെസ്റ്റ് ഇസ് ഇൻടാക്ട്. എയർ ലങ്സിൽ നിന്ന് പക്ഷേ എസ്കേപ്പ് ആയി, ആൻഡ് ദിസ് എയർ ഇസ് ഗെറ്റിംഗ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ചെസ്റ്റ് ക്യാവിറ്റി ആൻഡ് അവർ ലങ്സ്. അതായത് പ്ലൂറൽ ഏരിയയുടെയും ചെസ്റ്റ് ക്യാവിറ്റിയുടെ നടുക്ക് എയർ ട്രാപ്ഡ് ആയിട്ടിരിക്കുക. അപ്പൊ ഈ എയറിന് പുറത്തേക്കും പോകാൻ പറ്റൂല, ഈ എയറിന് അകത്തേക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് കംപ്രഷൻ ഉണ്ടാവും. ചെസ്റ്റ് കംപ്രഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിന്റെ അടിയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് ഹാർട്ട്. ഹാർട്ട് ഒബ്വിയസ്ലി അങ്ങനെ ഒരു കംപ്രഷൻ ഉണ്ടാകുമ്പോൾ അതും കംപ്രസ്ഡ് ആവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കംപ്രഷൻ ഉണ്ടാകുമ്പം ഈ ഹാർട്ടിന് ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. അത് ഈ ടെൻഷൻ ന്യൂമോതൊറാക്സിലും അതേ സാധനം തന്നെ ഉണ്ടാവും, മാസീവ് ഹീമോതൊറാക്സിലും അതേ സാധനം തന്നെ ഉണ്ടാവും. മാസീവ് ഹീമോതൊറാക്സിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ മാസീവ് ഹീമോതൊറാക്സിൽ എയർ അല്ല, പകരം ബ്ലഡ് ആണ് thoracic ക്യാവിറ്റിയിൽ കളക്ട് ചെയ്യുന്നത്. ട്രോമയൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലഡ് വെസൽ ഇഞ്ചുറി ഉണ്ടായിട്ട് ബ്ലഡ് ആണ് നമ്മുടെ നമ്മുടെ thoracic ക്യാവിറ്റിയിൽ മാസീവ് ഹീമോതൊറാക്സിൽ കളക്റ്റഡ് ആവുന്നത്. ഈ രണ്ട് കണ്ടീഷനിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് ഹാർട്ടിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുക, പ്രോപ്പർലി പമ്പ് ചെയ്യാൻ സമ്മതിക്കാതെ. അങ്ങനെ വരുമ്പോൾ ഒരു സർക്കുലേറ്ററി കോംപ്രമൈസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോഡിയുടെ ഒരു നോർമൽ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ഇൻക്രീസ് ഇൻ ദ പൾസ് റേറ്റ് അഥവാ ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത്. ഇതൊരു പരിധി വരെ സിമ്പിൾ ന്യൂമോതൊറാക്സിലും സിമ്പിൾ ഹീമോതൊറാക്സിലും കൂടും. പക്ഷേ ഈ രണ്ടെണ്ണത്തിന്റെ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് കൂടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 3 ആരോ ഇട്ടിരിക്കുന്നത്, ടെൻഷനും മാസീവിനും. മറ്റേതിന് രണ്ടിനും ഓരോ ആരോ വെച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെൻഷൻ ന്യൂമോതൊറാക്സും മാസീവ് ഹീമോതൊറാക്സും ആണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ ബ്ലഡ് പ്രഷർ. നമ്മൾ ഫിസിയോളജിയിൽ നമുക്ക് ഫിസിയോളജി ഇപ്പോൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനില്ല. എന്നാലും ഒരു ലോ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മാരീസ് ലോ എന്നാണ് ആ ലോയുടെ പേര്. അതായത് ബ്ലഡ് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹാർട്ട് റേറ്റ്, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്ലഡ് പ്രഷർ. ഏത് കണ്ടീഷനിലും പൾസ് റേറ്റ് കൂടിയാലും ബ്ലഡ് പ്രഷർ കുറയും. അത് ലോ ആണ്. ഒരു മിക്ക 95% കേസിലും ഈ ലോ ആപ്ലിക്കബിൾ ആണ്. അല്ലാതുള്ള കേസുകൾ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്താൽ അത് കൺഫ്യൂഷൻ ആവും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. എവിടെ ബ്ലഡ് പ്രഷർ കൂടിയാലും പൾസ് റേറ്റ് കുറയും, എവിടെ പൾസ് റേറ്റ് കൂടിയാലും ബ്ലഡ് പ്രഷർ കുറയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ പൾസ് റേറ്റ് കൂടിയാണ് നിൽക്കുന്നത് ടെൻഷൻ ന്യൂമോതൊറാക്സിലും മാസീവ് ഹ്യൂമോതൊറാക്സിലും. അപ്പോൾ ഒബ്വിയസ്ലി ഈ ലോ അനുസരിച്ച് ബ്ലഡ് പ്രഷർ കുറവായിരിക്കും, പേഷ്യന്റ് ഹൈപ്പോട്ടൻസീവ് ആയിരിക്കും. സിമ്പിൾ ന്യൂമോതൊറാക്സിലും സിമ്പിൾ ഹീമോതൊറാക്സിലും ഒരുപാട് പൾസ് റേറ്റ് ഒന്നും കൂടുന്നില്ല. ഒരു മിനിമൽ എമൗണ്ട്, ചെറിയ ഇൻക്രീസേ ഉള്ളൂ. അപ്പോൾ ബ്ലഡ് പ്രഷർ ഒരു പരിധി വരെയൊക്കെ ബോഡിക്ക് ഹീമോസ്റ്റാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലഡ് പ്രഷർ വലിയ ഡിഫറൻസ് ഒന്നും സിമ്പിൾ ന്യൂമോയിലും സിമ്പിൾ ഹീമോയിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജുഗുലാർ വീനസ് പൾസ് അഥവാ ജുഗുലാർ വീനസ് പ്രഷർ. അതാണ് JVP എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ട്, ചില കണ്ടീഷനുകളിൽ JVP എലവേറ്റഡ് ആവും, ചില കണ്ടീഷനുകളിൽ JVP ഡിക്രീസ്ഡ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ അതിനെപ്പറ്റി കാര്യമായിട്ട് നമ്മൾ അതിനെപ്പറ്റി അപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇത് ഇച്ചിരൂടെ കൺസെപ്ച്വലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ടെൻഷൻ ന്യൂമോതൊറാക്സിൽ എന്തുകൊണ്ട് JVP കൂടുന്നു, എന്തുകൊണ്ട് മാസീവ് ഹീമോതൊറാക്സിൽ JVP കുറയുന്നു, ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ടെൻഷൻ ന്യൂമോതൊറാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കുലേറ്ററി കോംപ്രമൈസ് ഉണ്ടാകുന്നുണ്ട്, ഒരു പരിധി വരെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പോലും ടെൻഷൻ ന്യൂമോതൊറാക്സിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നില്ലല്ലോ. ബോഡിയിലെ എന്തോരം ബ്ലഡ് വോളിയം ഉണ്ടോ അത്രയും ബ്ലഡ് വോളിയം ബോഡി തന്നെ ഉണ്ട്. It's just that the heart is not able to pump that much because of the external pressure on the heart.
ബ്ലഡിലെ ബ്ലഡ് വോളിയം അതുപോലെ തന്നെയാണ്, പക്ഷെ ഹാർട്ടിന് അത് മുമ്പോട്ട് പമ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ എയർ ഇവിടെ വന്ന് ഇങ്ങനെ ട്രാപ്പായി നിൽക്കുന്ന കാരണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് മുമ്പോട്ട് പമ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വളരെ ശക്തിയായിട്ട് വളരെ സ്പീഡിൽ ടാക്കിക്കാർഡിയാക്ക് ആയിട്ട് ഹാർട്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് കണ്ടീഷനിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പമ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ടെൻഷൻ ന്യൂമോതൊറാക്സിൽ. പക്ഷേ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ എയർ പ്രഷർ ഓൺ ഇറ്റ്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് ബാക്ക് ഫ്ലോ ആവും. ബാക്ക് ഫ്ലോ ആയിട്ട് ലെഫ്റ്റ് ഹാർട്ടിൽ നിന്ന് അത് റൈറ്റ് ഹാർട്ടിലേക്ക് പോകും. റൈറ്റ് ഹാർട്ടിൽ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഹാർട്ടിലെ ഏത് പ്രഷർ ഡിഫറൻസും റിഫ്ലക്ട് ചെയ്യുന്നത് ജുഗുലാർ വെയിനിലാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന പൾസ് എന്ന് പറയുന്ന കരോട്ടിഡ് പൾസാണ്. അത് ജുഗുലാർ വെയിനായിട്ട് യാതൊരു ബന്ധവുമില്ല. ജുഗുലാർ വീനസ് പൾസ് നമ്മൾ യൂഷ്വലി ഒരു സാധാരണ മനുഷ്യനെ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ വിസിബിൾ ആയിട്ട് എലവേറ്റഡ് ആയിട്ട് പൾസേറ്റിംഗ് ആയിട്ട് നമ്മൾ കാണുക എന്നൊരു കണ്ടീഷനിലാണ് നമ്മൾ JVP എലവേറ്റഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ടെൻഷൻ ന്യൂമോതൊറാക്സിൽ കാണാൻ പറ്റും. ബിക്കോസ് ഹാർട്ട് നിറച്ച് ബ്ലഡ് ആണ്, ആ ബ്ലഡ് ഫ്രണ്ടിലേക്ക് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പം അത് ബാക്ക് ഫ്ലോ അടിക്കും. ബാക്ക് ഫ്ലോ ആയി ലെഫ്റ്റ് ഹാർട്ടിൽ നിന്ന് റൈറ്റ് ഹാർട്ടിലേക്ക് പോകും. റൈറ്റ് ഹാർട്ടിൽ എത്ര ബ്ലഡ് ഉണ്ടോ, റൈറ്റ് ഹാർട്ടിൽ ഏത് പ്രഷർ, റൈറ്റ് ഹാർട്ടിൽ എങ്ങനെയൊക്കെ പ്രഷർ കൂടിയാലും അത് റിഫ്ലക്ട് ചെയ്യുന്ന ജുഗുലാർ വെയിനിലാണ്. ഇപ്പൊ ജുഗുലാർ വെയിന് എലിവേറ്റഡ് ആയിരിക്കും, ജുഗുലാർ വീനസ് പൾസ് എലിവേറ്റഡ് ആയിരിക്കും ഇൻ ടെൻഷൻ ന്യൂമോതൊറാക്സ്. മാസീവ് ഹ്യൂമോതൊറാക്സിൽ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, മാസീവ് ഹ്യൂമോതൊറാക്സും ടെൻഷൻ ന്യൂമോതൊറാക്സും നമ്മുടെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, മാസീവ് ഹ്യൂമോതൊറാക്സിൽ ബ്ലഡ് ലോസ് ഉണ്ട്. അത് നമുക്ക് ഹെമറാജിക് ഷോക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും മാസീവ് ഹ്യൂമോതൊറാക്സിൽ ബേസിക് പാത്തോളജി എന്ന് പറയുന്നത് ബ്ലഡ് ചെസ്റ്റിൽ തങ്ങി നിന്നിട്ട് ട്രാപ്ഡ് ആയിട്ട് അത് ഹാർട്ടിനെ ഫ്രണ്ടിലേക്ക് പമ്പ് ചെയ്യാൻ സമ്മതിക്കാതെ വരുമ്പോൾ ഉള്ള കണ്ടീഷനാണ് മാസീവ് ഹ്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഇതും ടെൻഷൻ ന്യൂമോതൊറാക്സിൽ നമ്മൾ ഡിഫറൻസ്, ടെൻഷൻ ന്യൂമോതൊറാക്സിൽ എയർ ട്രാപ്പിംഗ് ആണ് ഉണ്ടാകുന്നത്. അവിടെ ഒരു രീതിയിലുള്ള ബ്ലഡ് ലോസും ഉണ്ടാകുന്നില്ല. മാസീവ് ഹ്യൂമോതൊറാക്സിൽ മാസീവ് എമൗണ്ട് ഓഫ് ബ്ലഡ് ചെസ്റ്റ് ക്യാവിറ്റി വന്ന് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ട്രാപ്ഡ് ആയി കിടക്കുക. അപ്പം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പ്രഷർ മാത്രമല്ല ഹാർട്ടിൽ ഉണ്ടാകുന്നത്. ഹാർട്ടിൽ എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ടെൻഷൻ ന്യൂമോതൊറാക്സിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എക്സ്ട്രാ ഉള്ള എന്താന്ന് വെച്ചാൽ ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ബ്ലഡും കുറച്ച് കുറവാണ്. കാരണം അത്രയും ബ്ലഡ് ഇങ്ങനെ പുറത്ത് തങ്ങി നിൽക്കുക. ബോഡിയിലെ ബ്ലഡ് വോളിയം ഹാർട്ടിൽ കൂടെ പോയെങ്കിലല്ലേ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാകത്തുള്ളൂ. ഇത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ജസ്റ്റ് ഹാർട്ടിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ബ്ലഡും കുറവാണ്, ഹാർട്ടിന് മേളിൽ എക്സ്ട്രാ പ്രഷറും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന് തിരിച്ച് സെൻഡ് ചെയ്യാൻ ബ്ലഡ് പോലും കാണത്തില്ല. മറ്റേതിനകത്താണെന്നെങ്കിൽ ഹാർട്ട് നിറച്ച് ബ്ലഡ് ആയിരുന്നു, അത് ഫ്രണ്ടിലേക്ക് ടെൻഷൻ ന്യൂമോതൊറാക്സിൽ ഹാർട്ട് നിറച്ച് ബ്ലഡ് ആണ്, അത് ഫ്രണ്ടിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബ്ലഡ് മൊത്തം റീഗർജിറ്റേറ്റ് ചെയ്ത് റൈറ്റ് ഹാർട്ടിൽ വന്നിട്ട് അതാണ് ജുഗുലാർ വീനസ് പൾസ് എലിവേറ്റഡ് ആക്കുന്നത്. മാസീവ് ഹ്യൂമോതൊറാക്സിൽ ഇങ്ങനെ തിരിച്ചു വിടാൻ പോലും ബ്ലഡ് ഇല്ല, അത്രയും കുറവാണ്, റിലേറ്റീവ്ലി കുറവാണ്. അങ്ങനെ വരുമ്പോൾ JVP ഫോൾ ഉണ്ടാവും. ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ്, ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇത് ഭയങ്കരമായ രീതിയിൽ ടെസ്റ്റ് ചെയ്താൽ കൺഫ്യൂഷൻ ആവാൻ പറ്റുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ്. ടെൻഷൻ ന്യൂമോതൊറാക്സിൽ JVP ഹൈ ആയിരിക്കും, മാസീവ് ഹ്യൂമോതൊറാക്സിൽ ലോ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ന്യൂമോയിലും സിമ്പിൾ ഹീമോയിലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ബേസിക്കലി രണ്ടും നോർമൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പെർക്കഷൻ നോട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ നമ്മൾ സാധാരണ ഈ വെള്ളത്തിന് മുകളിൽ നിന്ന് സംസാരിക്കുമ്പോഴാണോ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വൃത്തിക്ക് കേൾക്കാൻ പറ്റുന്നത്, അത് നമ്മൾ വെള്ളത്തിന് താഴെ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോഴാണോ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വൃത്തിക്ക് കേൾക്കാൻ പറ്റുന്നത്? നമ്മൾ വെള്ളത്തിനടിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും, കണ്ടക്ഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ഗേർഗ്ലിംഗ് സൗണ്ട് പോലെയൊക്കെയല്ലേ കേൾക്കത്തുള്ളൂ, വളരെ ഡൾ സൗണ്ട് ആയിരിക്കും നമുക്ക് കേൾക്കുന്നത്. അതേസമയം നമ്മൾ സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപരിപ്രതലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എയർ കണ്ടക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അത് സാധാരണ പോലെ നമുക്ക് കേൾക്കാൻ പറ്റും, ബിക്കോസ് എയർ ഇസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് സൗണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി ട്രാവൽ ചെയ്യുന്നത് എയറിലാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പം ഇങ്ങനെ ഓസ്കൾട്ടേറ്റ് നമ്മൾ പെർക്കസ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ പെർക്കസ് ചെയ്യുമ്പം നമുക്ക് ഇച്ചിരൂടെ റെസൊണൻസ് കേൾക്കാൻ പറ്റും, ഇച്ചിരൂടെ സൗണ്ട്, നമ്മൾ ഇച്ചിരൂടെ ഹൈപ്പർ റെസൊണന്റ് നോട്ട് കേൾക്കുന്നത് ടെൻഷൻ ന്യൂമോതൊറാക്സിലായിരിക്കും. ഇതേ സാധനം തന്നെ നമുക്ക് സിമ്പിൾ ന്യൂമോതൊറാക്സിലും കേൾക്കാൻ പറ്റും. ബേസിക്കലി എയർ സാധാരണഗതിയിൽ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ലങ്സിനകത്ത് മാത്രമേ എയർ വരാൻ പാടുള്ളൂ. ഇത് എയർ വെളിയിലേക്ക് വന്നു, അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ തട്ടി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു റെസൊണൻസ്, ഒരു എക്കോ പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് നല്ല ഹൈപ്പർ റെസൊണന്റ്. നമുക്ക് ക്ലിനിക്സിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും ഹൈപ്പർ റെസൊണൻസ് എന്താണെന്നുള്ളത്. ഹൈപ്പർ റെസൊണന്റ് നോട്ടാണ് ടെൻഷൻ ന്യൂമോതൊറാക്സിലും സിമ്പിൾ ന്യൂമോതൊറാക്സിലും ഉള്ളത്. മാസീവ് ഹീമോതൊറാക്സിലും സിമ്പിൾ ഹീമോതൊറാക്സിലും എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ്, ഒരു ലിക്വിഡ് ആണ്. ആ ലിക്വിഡ് ആണ് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഇരിക്കുന്നത്. അതിന്റെ മേലാണ് നമ്മൾ പെർക്കസ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ പെർക്കസ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് അത്രയ്ക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യില്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ഡൾ നോട്ടായിരിക്കും. ഒരു ഡൾ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സാധാരണ ഡെസ്കിലൊക്കെ അടിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു സൗണ്ട്. അതാണ് ഡൾ നോട്ട് എന്ന് പറഞ്ഞാൽ. ഹൈപ്പർ റെസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർ നിറച്ചൊരു ബലൂണിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കുക. അത് ഏകദേശം അതിന്റെ അടുപ്പിച്ചുള്ള ഒരു സൗണ്ടാണ് ഹൈപ്പർ റെസ്റ്റൻസ് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണിത്. ബ്രെത്ത് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെത്ത് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് ബ്രെത്ത് സൗണ്ട്. ഇതാണ് കഴിഞ്ഞ PSCക്ക് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ സ്ലൈഡിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബ്രെത്ത് സൗണ്ട് വാസ് ആബ്സെന്റ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് ട്രക്കിയ വാസ് ഷിഫ്റ്റഡ് ടു ദ ലെഫ്റ്റ് സൈഡ്. ഇതായിരുന്നു ആ ക്വസ്റ്റ്യന്റെ ക്യാച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കേസിലെ പേഷ്യന്റിന് ബ്രെത്ത് സൗണ്ട് ആബ്സെന്റ് ആയിരുന്നു, ഓൾസോ ട്രക്കിയ ഓപ്പോസിറ്റിലേക്ക് ഷിഫ്റ്റഡ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ടെൻഷൻ ന്യൂമോതൊറാക്സിലാണ് ബ്രെത്ത് സൗണ്ട് ആബ്സെന്റ് ആയിട്ടുള്ളതും ട്രക്കിയ ഓപ്പോസിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതും. കാരണം ഈ പുറത്തേക്ക് ഈ ബ്ലഡ് നമ്മുടെ ടെൻഷൻ ന്യൂമോതൊറാക്സിലെ എയർ ആണല്ലോ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഇങ്ങനെ ട്രാപ്പ് ആയിട്ടുള്ളത്. ആ സ്ഥലത്ത് നമുക്ക് അല്ലാതെ ഏത് സൈഡിലാണോ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉള്ളത് ആ സൈഡിലെ ലങ്ങിന്റെ ബ്രെത്ത് സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാൻ യാതൊരു വിധത്തിലും പറ്റില്ല. കാരണം അതിന് മേളിൽ എയർ വന്ന് ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ ട്രാപ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പർഷൻ ഉണ്ട്, ആ ലങ്സ് മൂവ് ചെയ്യില്ല, ദർ വിൽ ബി ആബ്സെൻസ് ഓഫ് ബ്രെത്ത് സൗണ്ട്. ഓൾസോ ഇവിടെ അത്രയും പ്രഷറിൽ എയർ നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ട്രക്കിയ ആ പ്രഷർ കാരണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് ന്യൂമോതൊറാക്സ് വന്നു എന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ പ്രഷർ കാരണം ട്രക്കിയ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റഡ് ആവും. അപ്പൊ ഏത് സൈഡിലേക്കാണോ ട്രക്കിയ ഷിഫ്റ്റ് ആവുന്നത് ആ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ന്യൂമോതൊറാക്സ്. ഏത് സൈഡിലാണോ ആബ്സെന്റ് ബ്രെത്ത് സൗണ്ട്സ് ഉള്ളത് ആ സൈഡിലാണ് ന്യൂമോതൊറാക്സ്. മനസ്സിലായല്ലോ? അതാണ് ഒരു മേജർ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാസീവ് ഹീമോതൊറാക്സിൽ അതുപോലെ തന്നെ സിമ്പിൾ ന്യൂമോതൊറാക്സിലും സിമ്പിൾ ഹീമോതൊറാക്സിലും ബ്രെത്ത് സൗണ്ടുകൾ കുറവായിരിക്കും, ആബ്സെന്റ് ആയിരിക്കത്തില്ല. മനസ്സിലായോ? ആബ്സെന്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഐഡിയ ടെൻഷൻ ന്യൂമോതൊറാക്സിലേക്ക് പോയിക്കോണം. അതുപോലെ തന്നെ മാസീവ് ഹീമോതൊറാക്സിലാണെങ്കിലും അങ്ങനെ ട്രക്കിയ ഒരു പ്രത്യേക ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആകാനുള്ള സാധ്യത യൂഷ്വലി കുറവാണ്. എന്നാലും ഭയങ്കരമായ സിവിയർ കണ്ടീഷനുകളിൽ ലേറ്റ് സ്റ്റേജുകളിലൊക്കെ ചെറിയ രീതിയിൽ ഷിഫ്റ്റ് ഉണ്ടാവാം. നോട്ട് റെലവെന്റ്, അത് റെലവെന്റ് അല്ല, നോർമൽ എന്ന് തന്നെ വേണമെങ്കിൽ പഠിച്ചാൽ മതി ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സിമ്പിൾ ഹീമോതൊറാക്സിലും അത്ര സിഗ്നിഫിക്കന്റ് ആയിരിക്കത്തില്ല. സോ വി ക്യാൻ കൺസിഡർ ദ ട്രക്കിയൽ ഷിഫ്റ്റ് ബി നെഗ്ലിജന്റ്. ഉണ്ടാവില്ല ഇൻ സിമ്പിൾ ന്യൂമോതൊറാക്സ് ആൻഡ് സിമ്പിൾ ഹീമോതൊറാക്സ്. ഓക്കെ, ഇത് ഈ ചാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ചാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി മാനേജ്മെന്റ് ഓഫ് ന്യൂമോതൊറാക്സ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു. നമ്മൾ ടെൻഷൻ ന്യൂമോതൊറാക്സ്, മാസീവ് ഹീമോതൊറാക്സ്, സിമ്പിൾ ഹീമോതൊറാക്സ് ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ മാനേജ്മെന്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇറ്റ്സ് എ ഹൈലി എമർജൻസി കണ്ടീഷൻ. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് ഡെത്തിലേക്ക് പോകാൻ ഹൈ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. അപ്പൊ പേഷ്യന്റ് കയറി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. വൺസ് വി ആർ സർട്ടൻ ദാറ്റ് ദിസ് പേഷ്യന്റ് ഇസ് എ കേസ് ഓഫ് ടെൻഷൻ ന്യൂമോതൊറാക്സ്, വി ടേക്ക് എ വൈറ്റ് ബോർ നീഡിൽ ആൻഡ് ഇൻസേർട്ട് ദ നീഡിൽ ഇൻ ടു ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക നീഡിൽ. ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമുക്ക് റിബ്സ് ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഇവിടുന്ന് എണ്ണി തുടങ്ങുവാണെങ്കിൽ 1 2 3 4 5 ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിന്റെ അവിടേക്ക് അതിന്റെ മിഡ് ആക്സിലർ ലൈൻ ആവണമെന്നില്ല. നീഡിൽ തൊറാക്കോസ്റ്റമി ചെയ്യുമ്പോൾ നമുക്ക് മിഡ് ക്ലാവിക്കുലർ ലൈനിൽ വേണമെങ്കിലും നമുക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലൊക്കേഷൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, സർഫസ് മാർക്കിംഗ് ഒന്നും ചോദിക്കില്ല. ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, വാട്ട്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനേജ്മെന്റ് വി ഡു ഇൻ എ കേസ് ഓഫ് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് നീഡിൽ തൊറാക്കോസ്റ്റമി. നീഡിൽ തൊറാക്കോസ്റ്റമി ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി പരിപാടികൾക്ക് നമ്മൾ പോകത്തുള്ളൂ. ആദ്യം പേഷ്യന്റിനെ കൊണ്ടുവന്നു, ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് ഐഡന്റിഫൈ ചെയ്തു, നീഡിൽ തൊറാക്കോസ്റ്റമി ചെയ്തതിന് ശേഷം വൺസ് ദ പേഷ്യന്റ് സംവാട്ട് സ്റ്റേബിൾ, പേഷ്യന്റ് ഒരു ഇനിഷ്യൽ ഡേഞ്ചർ പീരീഡ് കടന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന സമയത്ത് വി ഇൻസേർട്ട് ദ ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ്. ആ ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദ മിഡ് ആക്സിലർ ലൈൻ. നമ്മുടെ മാക്സില എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഐഡന്റിഫൈ ചെയ്യുക. അവിടേക്ക് നമ്മൾ നമ്മുടെ ICD അഥവാ ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ്, ലോക്കലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ചെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക ഇൻ ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദ മിഡ് ആക്സിലറി ലൈൻ. ഇനിയും കമ്മിങ് ടു ദ മാനേജ്മെന്റ് ഓഫ് മാസീവ് ഹീമോതൊറാക്സ്. ഇവിടെ നമ്മൾ നീഡിൽ തൊറാക്കോസ്റ്റമി ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ബ്ലഡ് ബീങ് ട്രാപ്ഡ് ഇൻ ദ
ചെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ ബ്ലഡ് ട്രാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മാസീവ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഇൻസേർട്ട് ദ ചെസ്റ്റ് ട്യൂബ് അഥവാ ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ് ഡയറക്ട്ലി ഇൻ ടു ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദ മിഡ് ആക്സിലറി ലൈൻ. നേരത്തെ പറഞ്ഞ അതേ ലൊക്കേഷൻ തന്നെയാണ്. ആകെ ടെൻഷൻ ന്യൂമോയും മാസീവ് ഹീമോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ ടെൻഷൻ ന്യൂമോ വി ഹാവ് ടു ഡു നീഡിൽ തൊറാക്കോസ്റ്റമി. മാസീവ് ഹീമോയിൽ നമ്മൾ നീഡിൽ തൊറാക്കോസ്റ്റമി ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ attempt direct ICD insertion in the fifth intercostal space in the mid axillary line. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ന്യൂമോ ആൻഡ് സിമ്പിൾ ഹീമോയുടെ പറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ദേ ആർ നോട്ട് സച്ച് ഹൈലി എമർജൻസി കണ്ടീഷൻസ്. ഈ ടെൻഷൻ ന്യൂമോയും മാസീവ് ഹീമോതൊറാക്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ല ഈ സിമ്പിൾ ന്യൂമോയും സിമ്പിൾ ഹീമോ എന്നും പറയുന്നത്.